ഹലോ, അസ്സലാമു അലൈക്കും. ഈവനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലത്തെ പരിപാടി തുടങ്ങിയിരുന്നു. അതിനപ്പോൾ ലെയർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടക്കം കുറിച്ച് കേട്ടോ. മസാല ഉണ്ടാക്കാൻ പുറത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകണം. രാവിലെ തന്നെ നീച്ചിന് അമ്മ പൂച്ചക്കുട്ടി നമ്മളപ്പം ഉണ്ടാവും രാവിലെ തുടക്കത്തിൽ. ഒന്ന് വൈകി കിടക്കുക, നേരത്തെ നീച്ചതാണ് ഒരു പരിപാടി ഇവിടെ തുടങ്ങി. മസാല ഉണ്ടാക്കുക, ലെയർ ഉണ്ടാക്കുക, അപ്പോൾ കരിമീൻ വെക്കും. അപ്പോൾ ചട്ടിപ്പത്തിൻ്റെ പരിപാടി തുടങ്ങിയിട്ടാ, ചുടല തുടങ്ങിയാണ്. അപ്പോൾ ഒന്ന് വയ്ക്കണ്ട, ഇങ്ങനെ ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ട് ആക്കും. രണ്ടാമത്തെ വെച്ചിട്ടുണ്ട്, അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. മസാല ഇന്ന് പിന്നെ 2 കട ഒഴിവാണ്, വെള്ളിയാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് 8 ഉണ്ടാവുള്ളൂ. നാളെ ഉണ്ടാവും, നാളെ മറ്റന്നാളൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ച 2 കട ഒഴിവാണ്, അവിടെ ആൾ കുറവാണെന്നേ. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ അപ്പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ്, അതിൻ്റെ പരിപാടിയിലാണ് നടന്നുകൊടുക്കുന്നത്. ഇനി ഒരു പീസ് ഉണ്ടാക്കാറുണ്ട്, അതൊക്കെ 5-6 അയക്കണം. 6 ആയിട്ടുണ്ട്. 7ാമത്തെ ചട്ടിയിലാണ് ഇതൊന്നും ഉണ്ടാക്കാണ്ട്, 8ാമത്തെ ഉണ്ടാക്കാണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാം പിന്നെ നല്ല മഴക്കാറുണ്ടെന്ന്, വെയിലൊന്നുമില്ല, നല്ല മഴക്കാറുണ്ട്. മഴ വെച്ചാൽ സാധ്യത ഉണ്ടാവും. ഇപ്പം വെള്ളിയാഴ്ചയൊക്കെയാണ്. ഇന്ന് മഴൻ്റെ മുമ്പ് ഒരു മഴ വെച്ചാൽ സാധ്യത ഉണ്ട് കൊണ്ടിട്ടു. പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ അങ്ങനെയൊക്കെ പരിപാടി, ചട്ടിപ്പത്തിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴക്കാർ, എപ്പോഴാണ് മഴ അറിയില്ല. അല്ലോ, നേരം വെളുത്തതും നേരം വെളുക്കാത്തമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ ചട്ടിപ്പത്തിൽ കേട്ടോ. ഓക്കെ, അതാണ് നമുക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇങ്ങനെ ചട്ടിപ്പത്തിൻ്റെ പരിപാടിയും കാര്യമൊക്കെ ആയിട്ട് പോവാം. 2 മാസം എങ്കിലും തട്ടിമുട്ടി പോവാം. പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ സ്കൂളിലെ അംഗംവെട്ടലാക്കാം. അപ്പോൾ അതുവരെ നമുക്ക് സ്കൂളിൽ നിന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കും. അടുത്ത തുടർന്നുള്ള വീഡിയോയിലൊക്കെ നമുക്ക് കാണാം. അവിടെ കുറച്ച് മതിൽ പൊളിച്ച ടൈൽസിൻ്റെ പണി എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാണ്ട് അതിൻ്റെ ഇടയിൽ തീർക്കണം. അതിൻ്റെ ഇടയിൽ വാർഷികം വരുന്നുണ്ടാണ്, വാർഷികം സ്കൂൾ വാർഷികം വരുന്നുണ്ട്. 15-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടും ചിലപ്പം കട ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു സാറ്. നോക്കട്ടെ എന്തൊക്കെയാണ് കഥ എന്നറിയില്ല. വലിയ കച്ചവടമൊന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് നമ്മളെ കടാന്നില്ല നിൽക്കുമ്പോൾ തുറക്കാമെന്നുള്ളൂ. കഴിഞ്ഞവരൊക്കെ വലിയ ചോന്നുമില്ല. പേരൻസിന് കുറവാണ്ടായിരിക്കും, ആൾ കുറവാണ്. അതുകൊണ്ട് ഒക്കെ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഞാൻ കുട്ടികളൊക്കെ വരുന്നുണ്ട് അവിടെ. അപ്പോൾ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അഡ്മിഷൻ തുടങ്ങിയിരുന്ന അഡ്മിഷനത്തിന് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വന്നോളി. ഗേൾസ് ഹൈസ്കൂളിൽ 1 മുതൽ 12 വരെ അഡ്മിഷൻ എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഓക്കെ, നമ്മുടെ ക്യാൻറ്റീനുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും കേൾക്കൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പിന്നെ ചുടൽ ഏകദേശം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് ക്ലീനാക്കാനൊക്കെ ഉണ്ട്. ക്ലീനാക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യും. ഓക്കെ, ഞാൻ കാണിക്കട്ടോ. ക്ലീനാക്കൽ തുടങ്ങിയാലോ, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അൽഹംദുലില്ലാ കഴിഞ്ഞു കേട്ടോ മക്കളെ. ചുടൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കട്ടിങ്ങാണ്. കട്ടിങ് എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യും. ഓക്കെ, സാധനങ്ങളൊക്കെ റെഡിയാണ്. ഇന്ന് 8 മണിയാകുമ്പോൾ പരിപാടി കഴിഞ്ഞു. ഇന്ന് 8 ഉള്ളൂ, വെള്ളിയാഴ്ച ആയതുകൊണ്ട് 2.5 കമ്മിയാണ്. ഓക്കെ,
കുറേ ഓർഡർ ഉണ്ടാവും, പക്ഷെ നമ്മൾ കുറേ ഓർഡർ എടുത്താലും നല്ല ശരിക്കും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഓർഡർ എടുക്കില്ല. ഒരു 10-12 ആകുമ്പോൾ നമുക്ക് ചെറിയൊരു കൂലി വെക്കണം. ആ രീതിയിലാണ് നമ്മൾ ചെയ്യണത്. എന്നൊക്കെ ആ സമയത്തേക്ക് എത്തിച്ചും വേണ്ടേ. അപ്പോൾ കൂടുതൽ നടന്നാൽ കൂടുതൽ ഓർഡർ കിട്ടും. നമ്മൾ ഓരോ കടയും കയറി ചോദിച്ചാലൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ അതിന് നിൽക്കല്ല. നമ്മൾ പരിചയമില്ല, ഒരേ റൂട്ടിലെ കടകളാണ്. പല റൂട്ട് പോകുമ്പോൾ നമുക്ക് വണ്ടി കൂട്ടി എത്തൂല. പിന്നെ നെല്ലിപ്പറമ്പിൽ നിന്നാണ് മൊത്തം ബ്ലോക്ക് ചെയ്യാറ്. നമ്മൾ പോകുമ്പോൾ രാവിലെയൊക്കെ നല്ല ബ്ലോക്കാണ്. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് പിന്നെ ഇത് എത്തിപ്പെടാൻ കഴിയില്ല. ഇനി സ്കൂളിലെ സമയത്ത് നമ്മൾ ഇത് കൊടുക്കേണ്ടി വന്നാൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു റൂട്ടാണെങ്കിൽ എളുപ്പമുണ്ട്. നമുക്ക് ഓരോ റൂട്ട് സ്കൂളിൻ്റെ റൂട്ടാണെങ്കിൽ ആ റൂട്ടിലൂടെ അങ്ങനെ പോയാൽ മതി. അപ്പോൾ ഇനി കുറച്ച് നേരം വൈകാതെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം അടുത്തടുത്താകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒറ്റ റൂട്ട് എടുക്കാം. വേറെ സ്ഥലത്തേക്ക് പാണ്ടിക്ക റൂട്ടിന് മലപ്പുറം റൂട്ടിനൊക്കെ കയറിയൊക്കെ കിട്ടും, ഇഷ്ടംപോലെ ഓർഡർ കിട്ടും. പക്ഷെ നമുക്ക് ഒക്കെ പാടെ ഉണ്ടാക്കാൻ രാവിലെ കഴിയില്ല. കഴിയാണ്ടത് ഓർഡർ ഇപ്പോൾ ഈ 10-12 നമുക്ക് വിഷയമല്ല. ഇത് നമുക്ക് സ്കൂളിൻ്റെയും കൊടുക്കാം. കുറച്ച് നേരത്തെ നീച്ചാണ്ട് നമുക്ക് സെറ്റാക്കിയാണ്ട് സ്കൂളിൽ പോകുമ്പോൾ കൊടുത്താൽ മതി. അത് വിഷയമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതിൻ്റെ വിശേഷങ്ങൾ. അത് ഞാൻ കട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഓക്കെ, കട്ടിങ് അതിൽ 8 പീസ് നമുക്ക് കറക്റ്റ് കട്ട് ചെയ്യണം. എന്നാലും നമുക്ക് ഒരേമാതിരി ആളുകൾക്ക് തീർപ്പതി ആവുള്ളൂ. കാരണം എന്താണോ, വലുതും ചെറുതാകാൻ പാടില്ല. അതൊരു മാറ്റമുണ്ട്. അത് ഒരേമാതിരി ആകണം കട്ടിങ്. അതാണ് അതിൻ്റെ മെയിൻ. നമ്മൾ തുടങ്ങിയാലോ? എന്നായിക്കോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മഴ എപ്പോഴാണ് പെജ്ജോ? മഴ വരുന്നുണ്ട്. മഴ പെയ്തോട്ടെ, പെയ്തിനല്ല. പക്ഷെ വന്നത് പോയാൽ മതി, പെയ്തു പോകണം. ഇതാണ് നമ്മൾ 8 പീസാക്കി ലെയറെ കട്ട് ചെയ്തത്. ഓക്കെ, ഉണ്ടോ? 8 പീസാണ് വരിക. ഇതിങ്ങനെ എടുത്താൽ കറക്റ്റായി കിട്ടും. ഉണ്ടോ? ഈ കട്ടി ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഇതിങ്ങനെ വെച്ചാൽ അതുപോലൊക്കെ കട്ട് ചെയ്യാനുള്ളതാണ്. ഒക്കെ കട്ട് ചെയ്തൊക്കെ കേട്ടോ. ഓക്കെ, ഇവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മളിത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഇടയ്ക്ക് കാണിക്കാം കേട്ടോ. എന്നിട്ട് വേണത് 8-8:30 ആകുമ്പോൾ അതിനോട് കൊണ്ടുപോയി കൊടുക്കണം. 8 പണിയായി. അപ്പോൾ നമ്മൾ 8:30 ഇവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നേരത്തെ പോയിട്ട് നേരത്തെ പോരണം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. ഇപ്പോൾ കട്ട് ചെയ്ത് റെഡിയായി പാക്ക് ചെയ്തു. ഇനി കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. റെഡിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ഇത് കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ഓക്കെ, എല്ലാവർക്കും സന്തോഷം. ഓക്കെ, പോയിട്ട് വരാം കേട്ടോ.